തിരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പൊ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർണായകങ്ങളായ ഈ ഓരോ യോഗങ്ങളും കൂടിയാലോചനകളും ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ്. ഇന്ന് CPIM-നെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം നിർണായക പൊളിറ്റ് ബ്യൂറോ ഇന്ന് ചേരുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. PB അംഗങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകും. 2 ടേം നിബന്ധനയിൽ ഇളവ് വരുത്തുന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. ശരത് ലാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. CPIM-നെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമാണ്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ തന്നെ വിജയരാഘവൻ, ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇന്നാണ് ഒരു തീരുമാനം ഉണ്ടാവുക. അതിനൊപ്പം തന്നെ ഇപ്പം പശ്ചിമ ബംഗാളിലെ കാര്യം പരിശോധിച്ചാൽ ഈ നിലവിലെ ധാരണ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായ ഒരു സാഹചര്യമാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ്. അപ്പം ആ ഘട്ടത്തിൽ ഇടതുമുന്നണി ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട അവസ്ഥയാണ്. അപ്പം അതിലുമൊക്കെയും ഇന്ന് തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമല്ലേ? അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ? നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് എത്തിയോ ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വളരെ CPM-നെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ ഒരു പോളിറ്റ് ബ്യൂറോ യോഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം, അദ്ദേഹം താമസിക്കുന്ന ഇപ്പോൾ ഇത് കൊച്ചിൻ ഹൗസിലാണ്. അപ്പോൾ മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹത്തിൻ്റെ താമസം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്ന നിലക്ക് നമുക്ക് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തെ വിലയിരുത്താം. കാരണം ഇനി മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇതിലേക്ക്, അല്ലെ ഈ കൊച്ചിൻ ഹൗസിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് ഇനി നമുക്ക്, കേരളം മാത്രമല്ല പിന്നെ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്നത്. അടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട സേതുലക്ഷ്മി പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പോളിറ്റ് ബ്യൂറോ അജണ്ടയിൽ. ഒന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, അതുപോലത്തെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ തെരഞ്ഞെടുപ്പ്. പശ്ചിമ ബംഗാൾ തുടക്കത്തിൽ തന്നെ സേതുലക്ഷ്മി പറഞ്ഞ പോലെ കോൺഗ്രസ് തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു. ഇടതുപക്ഷ കക്ഷികൾ അവിടെ മത്സരിക്കുന്നതും LDF മാതിരി ആ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് മത്സരരംഗത്തിറങ്ങാനാണ് പിന്നെ CPM-ന്റെ തീരുമാനം. അതും ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചാണ്. കേരളത്തിൽ ഭരണം അത്യാവശ്യമാണെന്നാണ് കഴിഞ്ഞ PBയുടെ വിലയിരുത്തലുണ്ടായിരുന്നത്. അതനുസരിച്ച് ആരായിരിക്കും സ്ഥാനാർത്ഥി, വിജയസാധ്യത മാത്രം നോക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥിയായിരിക്കും, പട്ടികയായിരിക്കും ഇടതുപക്ഷം CPM-ൽ നിന്ന് ഉണ്ടാകുക എന്നതാണ് ഇന്നത്തെ PB യോഗത്തിൽ തീരുമാനമുണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് നേരത്തെ അനുവാദം നൽകിയിരുന്നു. ആ അനുവാദം ഒരിക്കൽ കൂടി ആവർത്തിക്കും ഇന്നത്തെ യോഗത്തിൽ എന്നാണ് നമുക്കറിയുന്നത്. മറ്റു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, തോമസ് ഐസക് ആവട്ടെ, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാവട്ടെ, ആർക്കും മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യവും ചർച്ചാ വിഷയം. അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാനും കൂടിയാണ് ഇന്നത്തെ യോഗം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്തായിരിക്കണം പിണറായി വിജയൻ്റെ, അല്ലെങ്കിൽ എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള രീതിയായിരിക്കും LDF കൈക്കൊള്ളേണ്ടത് എന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്യും. കാരണം ദേശീയ തലത്തിലുള്ള CPM-ന്റെ നിലപാടുകൾ കേരളത്തിൽ നിലപാടുകളിൽ നിന്ന് അല്പസമയം പൊരുത്തക്കേടുകൊണ്ട് സ്വാഭാവികമായും ശബരിമല വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള നയപരമായ കാര്യങ്ങളിൽ പോലും ഇത്തരത്തിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച നടക്കും. ഒരു ദിവസം മാത്രമാണ് പോളിറ്റ് ബ്യൂറോ എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ ചുരുങ്ങിയ സമയം, ആ ചുരുങ്ങിയ സമയത്തിൽ വളരെ വലിയ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു യോഗമാണിത്. വൈകിട്ട് 4 മണിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, വളരെ വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി കേരള ഹൗസിൽ മുഖ്യമന്ത്രിയായിട്ട് വരുമോ, അല്ലെങ്കിൽ സാധാരണ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് വരുമോ എന്ന കാര്യം കൂടി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം എന്ന രീതിയിൽ തന്നെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്ന സന്ദർശനത്തിൽ അതിന് വളരെ പ്രത്യേകതയുണ്ട് സേതുലക്ഷ്മി.